ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. നിൻ്റെ പാപം നീ ഭയക്കണം, പക്ഷെ അന്യൻ്റെ പാപം നീ എന്തിനു ഭയക്കണം? ഇന്ന് പലർക്കും ബോധ്യമില്ലാത്ത ഒരു കാര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും മന്ത്രവാദം കൂടോത്രം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുമൂലം എനിക്കെന്ത് സംഭവിക്കും, എനിക്കിനി ഒരു നല്ല ഭാവി പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ. വചനം നമുക്ക് തരുന്ന സന്ദേശം അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരാൾ നമ്മളെ ശപിച്ചാലും നമ്മൾ അതിൽ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെട്ടാൽ മാത്രമേ അതിന് നമ്മുടെ മേൽ സ്വാധീനം ഉണ്ടാകത്തുള്ളൂ. ഒരാൾ നമുക്കെതിരെ മന്ത്രവാദം കൂടോത്രം എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളതിൽ വിശ്വാസം അർപ്പിച്ചാലേ ഉള്ളൂ അത് നമ്മെ ബാധിക്കത്തുള്ളൂ. ഇതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു സ്ത്രീ പറഞ്ഞത്, എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങനെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഒരു സംശയം, കൂടെ ചില രോഗങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്നത്, ചില പ്രശ്നങ്ങൾ. ഇനി അങ്ങനെ ഒരു സംശയത്തിലിരുന്ന സമയത്താണ് അയൽവാസി ഇവരുടെ ആ അതിരിൽ എന്തോ വെള്ളം തളിക്കുന്നതാണ്. അതോടുകൂടി ഇവരുടെ സംശയം കുറച്ചുകൂടി ബലപ്പെട്ടു. ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ രോഗങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ അവർ പറഞ്ഞത്, എനിക്കെന്താണെന്ന് അറിയത്തില്ല, എൻ്റെ മനസ്സിനൊരു ഉന്മേഷമില്ല, ഒന്നും ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ല, കൂടുതൽ സമയം ഉറങ്ങണം എന്നുള്ള ആ ഒരു ചിന്തയാണ് എനിക്ക് വരിക. ഇതെല്ലാം ഇതിൻ്റെ ഫലമാകാം എന്നുള്ള ആ ഒരു സംശയം ഇപ്പോൾ എന്നിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ. നമുക്ക് ഈ മറ്റുള്ളവരെ കബളിപ്പിക്കാൻ, വഴിതെറ്റിക്കാൻ എത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ, ഒരു വൈദികൻ അവരുടെ അയൽവാസി ഇങ്ങനെ കൂടെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഇനി അദ്ദേഹം ചെയ്തൊരു കാര്യം, അദ്ദേഹം വേറെ ഒരു നെഗറ്റീവ് എനർജിയും അവിടെ ഉപയോഗിച്ചില്ല, ഒന്നുമില്ല. ഒരു ദിവസം അദ്ദേഹം പതുക്കെ ചെന്നിട്ട് അവരുടെ ആ പറമ്പിൻ്റെ മൂലയിൽ ഒരു പാലമരം നിൽപ്പുണ്ടായിരുന്നു. അതേ പോയി 3 ആണി അടിച്ചു കയറ്റി. എന്നിട്ട് അദ്ദേഹം തിരിച്ചിങ്ങ് പോകുന്നു. ഈ അയലോക്കംകാർ ഇത് നോക്കിയാൽ നിന്നുകൊണ്ടിരുന്നത്. ഇനി അതോടുകൂടി അവർ പിന്നെ ഇവരെ ശല്യപ്പെടുത്താണ്ടായി. കാരണം അവർ പേടിച്ചു പോയി. ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവർക്കെതിരെ അവരുടെ തകർച്ച അതിലൂടെ സംഭവിച്ചേക്കാം എന്ന് ചിന്തിച്ചിട്ട് പിന്നീട് അവരങ്ങനെ ഒരു ശല്യത്തിന് വന്നിട്ടില്ല. ആഫ്രിക്ക ചെന്നപ്പോൾ ഒരച്ഛൻ പറഞ്ഞാണ്, ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഒരു അയൽപക്കത്ത് നിന്നും ഉണ്ടായപ്പോൾ അവർ ചെയ്തൊരു കാര്യം, അവിടെ ഒരു ചരട് കെട്ടി, കുറ്റി അടിച്ചിട്ട് ചരട് കെട്ടി, എന്നിട്ട് ഏതാണ്ട് നീല വെള്ളം കുപ്പിക്കകത്ത് അവിടെ ഇങ്ങനെ നിരത്തി വെച്ചു. പിന്നീട് അയൽവാസികൾ ഒരു ശല്യത്തിനും വന്നിട്ടില്ല. ഇവർ രണ്ടുപേരും നമുക്ക് അടുത്തറിയാവുന്നവരായതുകൊണ്ട് നമുക്കറിയാം, ഒരു മന്ത്രവാദവും ഒരു കൂടോത്രവും ചെയ്തില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇത് കണ്ടപ്പോഴേ അവർക്കൊരു പേടി തോന്നിയിട്ട് പിന്നെ അവരുമായിട്ട് ഒരു ശണ്ടയ്ക്കും പോകാതിരുന്ന 2 സംഭവങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ പാപം അത് നമ്മുടെ തലയിൽ വന്ന് വീഴും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരാൾ ഒരു പാപം ചെയ്താൽ, മന്ത്രവാദം കൂടോത്രമൊക്കെ ചെയ്തു വരാം, അവരാണ് പാപം ചെയ്തത്, നമ്മളെന്തിനാണ് അതിനെ ഭയക്കുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ആദ്യമായിട്ട് നമുക്ക് ഒബാദിയ 1:15 നമ്മെ പഠിപ്പിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാം. നിൻ്റെ പ്രവൃത്തി നിൻ്റെ തന്നെ തലയിൽ വന്ന് വീഴും. ഒബാദിയ 1:15 കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പാപം ചെയ്താൽ അതിൻ്റെ പരിണതഫലം എൻ്റെ തലയിൽ വന്ന് വീഴും. ഞാൻ പുണ്യങ്ങൾ അഭ്യസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൻ്റെ അനുഗ്രഹം എൻ്റെ തലയിൽ വന്ന് വീഴും, എൻ്റെ കുടുംബത്തിൽ വന്ന് വീഴും, എൻ്റെ തലമുറയ്ക്കുണ്ടാകും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സഭാപ്രസംഗൻ 12-ാം അധ്യായം 14-ാമത്തെ വചനം എടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്, നീ ചെയ്ത സകല പ്രവൃത്തികളും നല്ലതോ ചീത്തയോ ആകട്ടെ, ഏതാണെങ്കിലും അത് നീതിപീഠത്തിന്മേൽ വിധി ദിവസം ഞാൻ കൊണ്ടുവന്നിരിക്കും. അതാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. നിൻ്റെ സകല പ്രവൃത്തികളും നീതിപീഠത്തിന്മേൽ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 7:16-ാമത്തെ വചനം കൂടി എടുത്താലോ, അവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു, അവൻ്റെ അക്രമം അവൻ്റെ നെറുകയിൽ തന്നെ തറയ്ക്കുന്നു. ദുഷ്ടത നമ്മൾ ചെയ്താൽ, ദുഷ്ടപ്രവൃത്തി ചെയ്താൽ അതിൻ്റെ പരിണിതഫലം എത്ര വലുതായിരിക്കും, ഭീകരമായിരിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുഭാഷിതങ്ങൾ 22-ാമത്തെ വചനം എടുത്താൽ, അനീതി വിതയ്ക്കുന്നവർ അനർത്ഥം കൊയ്യേണ്ടി വരും. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ വായിച്ചാലോ, നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യേണ്ടി വരും. ഇവിടെ എല്ലാം വചനം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, എൻ്റെ പ്രവൃത്തി എൻ്റെ തന്നെ തലയിൽ വന്ന് വീഴും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനം 7:14-ാമത്തെ വചനം കൂടി എടുത്താൽ, ജഡത്തിനായി വിതയ്ക്കുന്നവൻ നാശം കൊയ്യും, ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കും, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കും. ഇതെല്ലാം കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. ജ്ഞാനം 3:19 വായിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
യെശയ്യാ 33:1 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വഞ്ചിക്കപ്പെടാതിരിക്കെ നീ ആരെങ്കിലും വഞ്ചിച്ചാൽ നിന്റെ വഞ്ചന തീരും മുമ്പ് നീ വഞ്ചിക്കപ്പെട്ടിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനീതി പ്രവർത്തിക്കുന്നവർക്ക് ദൈവം താക്കീതാണ് നൽകുന്നത്. അനീതി പ്രവർത്തിക്കുന്നവർക്ക് മത്തായി 7:23 നമ്മൾ വായിക്കുന്നത്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുക, എൻ്റെ അടുത്തേക്ക് പോലും വരണമെന്ന്. അതാണ് കർത്താവ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആമോസ് 5:21-24 വരെ വായിച്ചാലോ, അനീതി, അസത്യം ഇതൊക്കെയാണ് കൂടപ്പുറപ്പായിട്ട് നീ കൊണ്ടു നടക്കുന്നത് എങ്കിൽ നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥന കേൾക്കത്തില്ല. കാരണം നീതി ജലം പോലെ ഒഴുകാതെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ ഒഴുകാതെ നിനക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് ദൈവത്തിൻ്റെ കൃപ, അനുഗ്രഹം സ്വീകരിക്കാൻ അത് സാധ്യമല്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അനീതി സഹിക്കുന്നവർക്ക് ദൈവം പ്രതീക്ഷ നൽകുന്ന വചനങ്ങളുണ്ട്. അനീതി പ്രവർത്തിക്കുന്നവരോട് പറഞ്ഞത് അവർക്കൊരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്, അവർക്ക് വരാവുന്ന നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. എന്നാൽ അനീതി സഹിക്കുന്ന വ്യക്തികൾ, ഉൽപ്പത്തി 21:15 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹാഗാറും ഇസ്മയേലും അനീതി സഹിച്ചവരാണ്. ഇനി അവർക്ക് ദൈവം കൊടുത്ത ഒരു സന്ദേശമുണ്ട്, വിഷമിക്കേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ഞാൻ നിങ്ങളെ ഒരു ജനതയാക്കി മാറ്റും. അതാണ് ദൈവം കൊടുത്ത സന്ദേശം. പുറപ്പാട് 22:23 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ അവരെ ഉപദ്രവിക്കുമ്പോൾ അവരെന്നെ വിളിച്ചപേക്ഷിച്ചാൽ എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. നിസ്സഹായരായ വ്യക്തികളെ, പാവപ്പെട്ടവരെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ, ചൂഷണം ചെയ്യുമ്പോൾ അവരെങ്ങാനും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവരെ കേൾക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. അവരെ കേട്ടാൽ നമുക്ക് വരാവുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റോമ 8:18 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസ്സാരമാണ്. അനീതി സഹിക്കുന്നവർ മനസ്സിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനമായിട്ട് ഈ വചനത്തെ നമുക്ക് എടുക്കാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ കാണുന്നത്, അന്യൻ്റെ പാപത്തെ നാം പേടിക്കേണ്ട എന്നുള്ള ആ ഒരു നിർദ്ദേശം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് കാണാൻ പറ്റും. 1 യോഹന്നാൻ 5:18 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. ആരെങ്കിലും നമുക്കെതിരെ മന്ത്രവാദം, കൂടോത്രമൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ടേക്കില്ല. കാരണം നാം യേശു ക്രിസ്തുവിനുള്ളവർ ആയതുകൊണ്ട്, യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ്, യേശുവിൻ്റെ സ്വന്തമായവരാണെങ്കിൽ നമ്മൾ ഇതിനെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. സംഖ്യയുടെ പുസ്തകം 23:23 പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിന് മന്ത്രവാദമോ യാക്കോബിന് ക്ഷുദ്രവിദ്യയോ ഏൽക്കില്ല, ഫലിക്കില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രതിഷ്ഠാജപത്തിൽ വളരെ പ്രത്യേകമായിട്ട് നമുക്ക് തലമുറയുടെ വിശുദ്ധീകരണത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.